ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് IRCON റിക്രൂട്ട്മെന്റ് 2025 മാനേജർ, ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിലേക്കായി നിരവധി ഒഴിവുകളുമായിട്ടാണ് ഈ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. പ്രായപരിധി മാനേജർ തസ്തികയ്ക്ക് 37 വയസ്സും ഡെപ്യൂട്ടി മാനേജർ തസ്തികയ്ക്ക് 33 വയസ്സുമാണ്. റിട്ടേൺ ടെസ്റ്റിന്റെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ ശമ്പളം 50,000 മുതൽ 1,80,000 രൂപ വരെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിലുള്ള നിയമനങ്ങളാണിത്. നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം. തസ്തിക, ശമ്പളം, യോഗ്യത, പ്രായപരിധി, എക്സ്പീരിയൻസ് എന്നിവയെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് സ്പെഷ്യലൈസേഷൻ ടണൽ ഡിസൈൻ, മാനേജർ സിവിൽ ടണൽ ഡിസൈൻ. ശമ്പളം വരുന്നത് 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. നമ്പർ ഓഫ് പോസ്റ്റ് 2 എണ്ണമാണ്. ജനറലിന് 1ഉം OBCക്ക് 1ഉമാണ് ഉള്ളത്. ഇനി യോഗ്യത, സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദമാണ് വേണ്ടത്. പ്രായപരിധി 37 വയസ്സാണ്. എക്സ്പീരിയൻസ് PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ്, ഓർ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 5 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡെപ്യൂട്ടി മാനേജർ സിവിൽ ടണൽ ഡിസൈൻ. ശമ്പളം വരുന്നത് 50,000 മുതൽ 1,60,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം 2 ജനറൽ വിഭാഗത്തിന്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദമാണ് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ ME ഓർ MTech ഇൻ റോക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 33 വയസ്സാണ് വരുന്നത്. ഇനി എക്സ്പീരിയൻസ് നോക്കാം. PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് 2 വർഷത്തെ പരിചയം. അടുത്തതായി സ്പെഷ്യലൈസേഷൻ അലൈൻമെന്റ് ഡിസൈൻ, മാനേജർ സിവിൽ അലൈൻമെന്റ് ഡിസൈൻ. ശമ്പളം വരുന്നത് 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം ജനറൽ വിഭാഗത്തിന് 1. ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദം. കൂടാതെ ME ഓർ MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 37 വയസ്സാണ്. എക്സ്പീരിയൻസ് PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത 5 വർഷം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 5 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ സിവിൽ അലൈൻമെന്റ് ഡിസൈൻ. ശമ്പളം വരുന്നത് 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം ജനറൽ വിഭാഗത്തിന് 1. അടുത്തത് യോഗ്യത വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദമാണ്. കൂടാതെ ME ഓർ MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 33 വയസ്സാണ്. എക്സ്പീരിയൻസ് PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് 2 വർഷം എക്സ്പീരിയൻസ്, ഓർ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 2 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് സ്പെഷ്യലൈസേഷൻ ബ്രിഡ്ജ് ഡിസൈൻ, മാനേജർ സിവിൽ ബ്രിഡ്ജ് ഡിസൈൻ. ശമ്പളം വരുന്നത് 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം 2 ആണ്. ജനറൽ വിഭാഗത്തിന് 1ഉം SC വിഭാഗത്തിന് 1ഉമാണുള്ളത്. ഇനി യോഗ്യത എന്താണെന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദവും, കൂടാതെ ME ഓർ MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 37 വയസ്സാണ്. എക്സ്പീരിയൻസ് PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് 5 വർഷം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 5 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ സിവിൽ ബ്രിഡ്ജ് ഡിസൈൻ. ശമ്പളം 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം 2 ആണ്. OBCക്ക് 1ഉം ജനറൽ വിഭാഗത്തിന് 1ഉമാണുള്ളത്. ഇനി യോഗ്യത നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദവും, കൂടാതെ ME ഓർ MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി വരുന്നത് 33 വയസ്സാണ്. ഇനി എക്സ്പീരിയൻസ് നോക്കാം. PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് 2 വർഷം എക്സ്പീരിയൻസ്, ഓർ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 2 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ ട്രാക്ക് ഡിസൈൻ, മാനേജർ സിവിൽ ട്രാക്ക് ഡിസൈൻ. ശമ്പളം വരുന്നത് 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ്. പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം 1 OBCക്കാണ്. ഇനി യോഗ്യത നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദമാണ്. കൂടാതെ ME ഓർ MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 37 വയസ്സാണ്. എക്സ്പീരിയൻസ് PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് 5 വർഷം എക്സ്പീരിയൻസ്,
അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 5 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ സിവിൽ ട്രാക്ക് ഡിസൈൻ. ശമ്പളം 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്, പ്ലസ് അലവൻസും ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം 1, അത് ജനറൽ വിഭാഗത്തിനുള്ളതാണ്. ഇനി യോഗ്യത നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിരുദവുമാണ് വേണ്ടത്. കൂടാതെ ME or MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 33 വയസ്സാണ് വരുന്നത്. ഇനി എക്സ്പീരിയൻസ് നോക്കാം. PSU അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് 2 വർഷ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിലോ തത്തുല്യമായ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ 2 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. മാനേജർ, ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിൽ 12 ഒഴിവുകളാണുള്ളത്. SC, ST, OBC എന്നീ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ സമയത്ത് മാത്രം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതിയാകും. ഇതിന് അപേക്ഷിക്കുന്നതിനായിട്ട് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ജനറൽ വിഭാഗത്തിനും OBCക്കും 1000 രൂപ വീതമാണ് ഫീ ഉള്ളത്. എന്നാൽ SC, ST, EWS, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഫീസ് ഇല്ല. ഇനി ഫീസ് അടയ്ക്കേണ്ട വിധം നോക്കാം. ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫീ അടയ്ക്കേണ്ടത് DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ട വിലാസം IRCON ഇന്റർനാഷണൽ ലിമിറ്റഡ്, പേയബിൾ അറ്റ് ന്യൂഡൽഹി. ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോം ഓഫ്ലൈൻ ആയിട്ടാണ് സമർപ്പിക്കേണ്ടത്. നോട്ടിഫിക്കേഷനിൽ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് അയക്കേണ്ട വിലാസം പറയാം. ജോയിന്റ് ജനറൽ മാനേജർ HRM IRCON ഇന്റർനാഷണൽ ലിമിറ്റഡ്, C4 ഡിസ്ട്രിക്ട് സെന്റർ, സാക്കറ്റ്, ന്യൂഡൽഹി 110017. ഇനി അപേക്ഷാ ഫോമിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിന്റെ തെളിവിനായിട്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകളും മാർക്ക് ഷീറ്റുകളും, അതുകൂടാതെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അയക്കുക. ഏജ് റിലാക്സേഷന് വേണ്ടി SC, ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മാൻമാർ അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ PWD അവർക്കും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് ഏജ് റിലാക്സേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ അയക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട വാലിഡ് ID പ്രൂഫ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ആധാർ, ഇതിന്റെ കോപ്പി, ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആപ്ലിക്കേഷൻ ഫോം റെഗുലർ പോസ്റ്റിൽ മാത്രം അയച്ചാൽ മതിയാകും. ഈ ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട അവസാന തീയതി 7/3/2025 ആണ്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.